സൗഹൃദം അത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമല്ലേ? പക്ഷേ വേദനിപ്പിക്കുന്നതോ അതാർക്കും ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ നമ്മുടെ ലൈഫിൽ നമ്മൾ വേദനിപ്പിക്കുന്നുണ്ടോ മറ്റുള്ളവരെ? ഇത് നമ്മൾ ചെക്ക് ചെയ്യണം. ഇത് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നോക്കണം. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സന്തോഷത്തിന് വേണ്ടി മറ്റൊരാളെ വേദനിപ്പിക്കാൻ നമുക്ക് പാടില്ല. ഈ ഒരു ചിന്താഗതി ആർക്കും ഇല്ലാത്തതോ കുഴപ്പം. അതേമാതിരി ഞാൻ പറയുന്ന വേറൊരു കാര്യം, നമുക്ക് നമ്മളെ വേദനിപ്പിക്കാൻ അർഹതയില്ല. നമ്മൾ എന്തിനാണ് നമ്മളിങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? പലപ്പോഴും പല കുറ്റവാക്കുകളും പറഞ്ഞ് നമ്മൾ എന്തെല്ലാം നെഗറ്റിവിറ്റിയാണ് നമ്മളോട് തന്നെ സ്വയം പറഞ്ഞ്, ഞാൻ എന്തിനു കൊള്ളാം, ഞാൻ എന്തിനാണ് ഇങ്ങനെ, എൻ്റെ ലൈഫ് ഇങ്ങനെയായി, ഞാൻ ഇങ്ങനെ നശിച്ചു പോയി, എനിക്ക് ഇറ്റ്സ് ഓക്കേ, സംഭവിച്ചത് സംഭവിച്ചു കഴിഞ്ഞില്ലേ. ഒന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് സമാധാനിപ്പിക്കുക, ഒരു സമയം കണ്ടെത്ത്. എന്തുമാത്രം കുറ്റങ്ങളും കുറവുകളാണ് നമ്മളിങ്ങനെ നമ്മളെ കണ്ടെത്താൻ പോകുന്നത്. ആ കണ്ടെത്തുന്നതിൻ്റെ ഒരംശമെങ്കിലും നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റാറുണ്ടോ? നമ്മളിങ്ങനെ പല പ്രശ്നത്തിലും ചെന്ന് ചാടണു, വീണ്ടും എഗെയിൻ ചെന്ന് ചാടണു. അങ്ങനെ നമ്മൾ തന്നെ വലിച്ചു നീട്ടിയെടുക്കുക. ഒരു ലോ ഓഫ് അട്രാക്ഷൻ്റെ ഇത് മാതിരിയാ. കുഴപ്പത്തിലാവോ ചോദിച്ചു കുഴപ്പങ്ങളിൽ തന്നെ ചെന്നെത്തുക ചെയ്യണത്. ജീവിതത്തിലെ പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്. അതിനെ ഫേസ് ചെയ്യുന്ന രീതിയാണ് വ്യത്യാസം. നിങ്ങളുടെ ഇഷ്ടങ്ങൾ, നിങ്ങളെ മനസ്സിലാക്കുന്ന ആളുകൾ, അത് ചിലപ്പോൾ വളരെ കുറവായിരിക്കും ഉണ്ടാവുക. പക്ഷെ ആരെങ്കിലും നിങ്ങളെ മനസ്സിലാക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നതിന് മുമ്പ് സ്വയം എപ്പോഴും ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, ശരിക്കും എനിക്ക് എന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? നമ്മൾ നമ്മളോട് തന്നെ, ഞാൻ എൻ്റെ ഇഷ്ടങ്ങളനുസരിച്ച് തന്നെയാണോ ജീവിക്കുന്നത്? ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഇങ്ങനെ ഒന്ന് ചോദിക്കുന്നത് നല്ലതാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമ്മളെ ഇങ്ങനെ കുറ്റപ്പെടുത്തണു, ചെറുപ്പകാലത്ത് മറ്റുള്ളവർ പറയുന്നത് കേട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ സെൽഫ് എസ്റ്റീമിൽ ഒരു വലിയ പോറലേറ്റിട്ടുണ്ടാവും. അപ്പം മുന്നോട്ട് പോകുമ്പോഴും ഇത് ബാധിക്കും. നമ്മൾ ലൈഫിലുണ്ടല്ലോ, നമുക്ക് എല്ലാവരെയും സഹായിക്കാനൊന്നും പറ്റില്ല, എല്ലാവരെയും ഹാപ്പിയാക്കാനും പറ്റില്ല. നമ്മളെ സഹായിക്കാനും നമ്മളെ ഹാപ്പിയാക്കാനും ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയും. വേറൊന്നല്ല, നമ്മളൊന്ന് ഹാപ്പി ആയാലുണ്ടല്ലോ, മറ്റുള്ളവർ പറയണതൊന്നും നമുക്ക് കേൾക്കില്ല. കാരണം എന്താണെന്ന് പറയാം, നമ്മൾ അത്രമാത്രം നമ്മളിൽ തന്നെ നിൽക്കുകയാണ്. മറ്റേ നമ്മളൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുകയാണ്. അവിടെ നമ്മുടെ ഹാപ്പിനെസ് നമ്മുടേതല്ല. നമ്മുടെ ഹാപ്പിനെസ് നമ്മുടേതല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞാലും ഏത് ബന്ധത്തിലും നമുക്ക് കരയേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ ഹാപ്പിനെസ് ഏൽപ്പിച്ചു കൊടുത്ത വ്യക്തിയിലെ ആയിരിക്കും അത് ആശ്രയിച്ചിരിക്കണം. അവര് നമ്മളെ വേദനിപ്പിക്കുമ്പോൾ മുഴുവൻ നമ്മളിങ്ങനെ കരയാൻ കാത്തിരിക്കണവരെ മാതിരി. നമുക്കറിയാവുന്ന ഒരു കാര്യം പോലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ഏറ്റവും വേദനിക്കുന്ന ഒരു കാര്യം തന്നെയല്ലേ കുത്തുവാക്കുകളൊക്കെ. പലപ്പോഴും ഫാമിലീസിലും പ്രിയപ്പെട്ട ആൾക്കാരിൽ നിന്ന് തന്നെയായിരിക്കും ഇത് കേൾക്കുന്നുണ്ടാവുക. നമ്മളെന്തുമാത്രം വേദനിപ്പിക്കുന്നു. ഒരു പ്രാവശ്യം വേദനിച്ചു, ഡെയിലി നമ്മളെ കുറ്റപ്പെടുത്തണു, വേദനിപ്പിക്കണു ഒക്കെ. എനിക്ക് പറയാനുള്ള, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു കല്ല് തട്ടി വീണു. ആ കല്ലൊരവിടെ പെർമനന്റ് ആയിട്ട് കിടക്കണ കല്ലാന്ന് വിചാരിച്ചോളൂ, മാറ്റാൻ പറ്റണില്ല. നിങ്ങളൊരു 2-3 പ്രാവശ്യം വീണ് എന്നും അങ്ങനെ വീഴുമ്പോഴും ആ കല്ലിനെ കുറ്റം പറയേണ്ടിട്ട് കാര്യമില്ല എന്നേ ഞാൻ പറയുള്ളൂ. ആ കല്ല് അവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇതിനകം മനസ്സിലായല്ലോ. അതൊക്കെ അങ്ങനെയാ, നമ്മൾ മനസ്സിലാക്കണം. അതൊക്കെ ഒരു കല്ല് മാതിരി അവിടെ കിടക്കണതാ. നമുക്കതിനെ മാറ്റാൻ പറ്റില്ല എന്നേ. നമുക്ക് മാറ്റാൻ പറ്റുന്നത് നമ്മളെ മാത്രം. നമ്മളിലാണ് മാറ്റം വരുത്തേണ്ടത്. സിറ്റുവേഷനെ ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മളാണ് റെഡി ആവേണ്ടത്. നമ്മുടെ സന്തോഷത്തിന്റെ ചാവി മറ്റൊരാളിലേക്ക് കൊടുത്തേൽപ്പിക്കരുത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്.